അപ്പോൾ ഗൈസ് വാടക സ്റ്റോറിൽ വന്നതാണ് കേട്ടോ കുറച്ച് സാധനം എടുക്കാൻ. ഇന്നാണ് വാവേൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളിപ്പം ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും കാണുക. എഡിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെ ആദ്യം പിന്നെ എൻ്റെ ഇടുവാനുള്ള ഒറ്റ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കില്ല. എല്ലാം ഇത് കഴിഞ്ഞിട്ട് വേണം അതിനാണ്ട് ഇരിക്കാൻ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് ഒരു 100 ആളൊരു ചെറിയ പരിപാടിയാണ്. കുറേ ആളെ വിട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും എമിക്കൂട്ടനെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാം കേട്ടോ. എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക ഹാപ്പി ബർത്ത്ഡേ എമിവാവിന്. വരാൻ പറ്റാത്തവരൊക്കെ നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പരമായിട്ട് കാണാം എൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സാധനമൊക്കെ എടുക്കുകയാണ്. വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ സാധനമൊക്കെ കാറ്റി കഴിഞ്ഞിട്ടാണ്. ഇത് കണ്ടിട്ട് ഇത് ഒരുപാടുണ്ടല്ലോ, വലിയ പരിപാടിയാണെന്ന് വിചാരിക്കണ്ട. 60 കസേരയേ ഉള്ളൂ, ചെറിയ പരിപാടിയാണ് കേട്ടോ. പിന്നെ എന്നാ ബുദ്ധിമുട്ട്? ഓ കഴിഞ്ഞിട്ട് ഓ വാലിൻസിലാ. അപ്പോൾ സാധനം എല്ലാം ഇറക്കി കേട്ടോ. നമ്മളെ വണ്ടി ഇവിടുന്ന് ആദ്യം മാറ്റണം, അല്ലാണ്ടൊന്നും നടക്കുകയല്ല. പിറന്നാൾ കുട്ടി എന്താ ഇവിടെ നിൽക്കുന്നേ? വാ, കസേരൊക്കെ ഇടാൻ വാ, കസേര ഇടാൻ വാ. ഇനി വരൂല, ഇന്റെ പരിപാടിയാ. ഇച്ചൂരി കഴിഞ്ഞിട്ടാ ടാപ്പി നല്ല കണ്ട് എന്താ ഇതെന്താ? അപ്പോൾ ഗൈസ് ഇതൊരു വലിയ ഗിഫ്റ്റുമായിട്ട് റമീസ് വന്നിട്ടുണ്ട്. റമീസിൻ്റെ ഗിഫ്റ്റായത് മാഷാ അല്ലാഹ്. ഇതാണ് അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. ഇതിലോട്ട് ഓടിച്ചു പോവാ റമീസ. ഇത് റിമോട്ടാ. മാഷാ അല്ലാഹ്. നമ്മൾ എവൻറ്റിൻ്റെ ടീം വന്ന് കിട്ടാം. ഇവരോട് അടുത്ത് തന്നെയാണ്, നെല്ലിയത്താഴത്ത് തന്നെയാണ്. ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാലിക്കുന്നുള്ള ബോർഡും കാര്യങ്ങളും പിന്നെ കേക്കിൻ്റെ സ്റ്റാൻഡ് സ്റ്റേജ് പോലെ ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ കേട്ടോ. പെട്ടെന്ന് കിട്ടിയ കാറാണ് കേട്ടോ ഇത്. മാഷാ അല്ലാഹ് അടിപൊളിയാക്കി. റമീസും ഉമ്മയും ഇതെല്ലാം കൂടി ഗിഫ്റ്റ് തന്നതാണ്. സൂപ്പറല്ലേ. ഇത് മറ്റേ റിമോട്ടാന്ന് തോന്നുന്നു കേട്ടോ, എക്സിലേറ്ററിലുണ്ട്. അടിപൊളി വണ്ടിയാണ്. ഇവിടെ പന്തൽ ഇതാ അവിടെ ഇങ്ങനെ ഇട്ടേക്ക്. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നോക്കി, പിന്നെ എന്തെങ്കിലും ഒരു റിസോർട്ട് പോലത്തെ അങ്ങനത്തെ പുറത്ത് നടന്ന് ആക്കുവാനാണ്, പക്ഷെ നടക്കുന്നില്ല. അതാണ് കുറച്ചുകൂടി ആൾക്കാരൊക്കെ വിളിക്കാനും. ഇതൊരു നമ്മളൊരു സന്തോഷം. ആദ്യ ബർത്ത്ഡേ, ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മളെന്താ ഇങ്ങനെ ഇതാക്കുവാനൊന്നും നിൽക്കുകയല്ല. പിന്നെ നമ്മളോരോ ഇതായിരിക്കുമല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മളൊരു എല്ലാവരും ചെറിയ രീതിയിൽ അങ്ങനെ, അല്ലാണ്ട് വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ ഓൻ ദൂരത്ത് അത് ഇത് പാവങ്ങൾക്ക് കൊടുത്താൽ പോരെ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കൊടുക്കുകയും ചെയ്യും, അത് മനസ്സിലുണ്ട്. അത് ഞാൻ വീഡിയോ ഒന്നും കാണിക്കുകയൊന്നുമില്ല, നോക്കിയിട്ട് അങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. അത് വേറെ വഴിക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തിന്, ഒരു ഓർമ്മ, അവൻ്റെ ആദ്യ ബർത്ത്ഡേ ഒരു ഓർമ്മയ്ക്ക്, അതിന് വേണ്ടിയിട്ട് കുടുംബക്കാർ അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഒരു ഫുഡും പിന്നെ ഒരു സന്തോഷമായിട്ട് ഒരു കുടുംബസംഗമം പോലെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും ഇതിനെ വിളിക്കണ്ട കേട്ടോ. അങ്ങനെയാണ്. പിന്നെ സീറ്റെല്ലാം ഓക്കെ അല്ലേ. ഇതാ ഇവിടെ ഒരു പന്തലിട്ടൊക്കെ 3-4 കസേല അല്ല 3-4 ടേബിളൊക്കെ ഇവിടെ ഇടാം. പിന്നെ പോർച്ച് ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. സലാം. അങ്ങനെ ഗൈസ് ഗൾഫുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വന്നേ മാഷാ അല്ലാഹ്. മേക്കപ്പ് ഇന്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇല്ല കാണിക്കില്ല, മേക്കപ്പ് മുഖം കാണിക്കാൻ ആഗ്രഹിക്കാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് കേട്ടോ. അതെ മാഷാ അല്ലാഹ്. ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എമിക്കുട്ടാ ഇതെന്താ കൊണ്ടുവന്നേ? മാഷാ അല്ലാഹ്. വേറെ നല്ല ഫുഡിനൊക്കെ ഇങ്ങത്തെ അല്ല
അപ്പോൾ ഗൈസ് ഇവിടെ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 കളറിലുള്ള വെള്ളമാണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയും അല്ലേ? 2 കളറാണല്ലോ, ഒന്ന് ചുവപ്പും ഒന്ന് പച്ചയും. എമിക്കുട്ടാ എൻ്റെ ആവേ ഇതാ ഗൈസ് ഇവിടെ ഇവൻറ്റിൻ്റെ വേറൊക്കെ സെറ്റ് ചെയ്ത് പോയിട്ടോ. ഇവിടെ ബർത്ത്ഡേ എൻ്റെ സാധനം ഇനി വെക്കണം. ഓക്കെ 1 ബലൂൺ അങ്ങനെ വീഴുന്നുണ്ടല്ലോ. ജയ്സൽക്ക ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ജയ്സൽക്ക ഈ ഒരു അവസരത്തിൽ എന്താ 2 വാക്ക് പറയാനുള്ള? 2 കഴിഞ്ഞാ അല്ലല്ല ആടാ. അപ്പൊ ജയ്സൽക്ക ഇവിടെ വന്ന് യൂട്യൂബർ അംസയുടെ വീട് ഏതാന്ന് ചോദിച്ചു. ഭാഗ്യത്തിന് ഒരു മനുഷ്യൻ എന്നെ അറിഞ്ഞൂടാത്തോണ്ട്. ആർക്കും അറിഞ്ഞൂടാലോ? ഓട്ടോ ചങ്ങായിക്കറിയില്ല, എനിക്ക് അംസാനൊന്നും അറിയില്ല. ഏത് അംസ? അങ്ങനെ പറയാൻ പഞ്ചായത്തിലില്ല. അതിന്റെ സംഭവം തന്നെ ഓലെ പറ്റിയല്ല. ഞാന് ഒന്നിവിടെ വന്നു കൂടിയതാ. എത്ര കൊല്ലം കഴിഞ്ഞാലും വന്നു കൂടിയോല ഐസൽക്ക ഒന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് എനിക്കൊരു പരിചയം. ഞാൻ രാവിലെ അങ്ങ് പോവും, നമ്മളെ കാര്യമായിട്ട് പോവും. നമ്മള് ജന്മനാടല്ലോ. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞപാട് ചോദിച്ചപ്പോ തന്നെ കിട്ടി. മേളിലേക്ക് ഇങ്ങോട്ട് പോയാൽ മതി പറഞ്ഞു. അൽഹംദുലില്ലാ ഹൈറ്, നാണം കെട്ടില്ല. അപ്പൊ ഗൈസ് ഇവിടെ ഇവിടെ ഒക്കെ ചെറിയൊരു സാധനമൊക്കെ സെറ്റ് ചെയ്ത് കേസെടുക്കാം. കേക്ക് മുറിക്കാനുള്ള ഒരു വണ്ണൊക്കെ വണ്ടിക്കുണ്ട്. പിന്നെ ബ്രേക്ക് ലേശം. അത് നല്ലൊരു ഐഡിയ ആണ്. വരുന്ന ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം അല്ലേ? നമ്മൾ വെള്ളം ഇവിടെ സെറ്റ് ചെയ്തേക്ക്. മുഹമ്മദ് ചോദിക്കും ഇവിടെ ആരെങ്കിലും ആളില്ല. മുഹമ്മദ്ക്കാ 4-3 ആള്. അതെ അതെ. അപ്പൊ ഇതാണ് നമ്മൾ വെള്ളത്തിനായി കണക്കാക്കിയത്. സ്മൈൽ എമിക്കുട്ടാ ഇതെന്താ? എനിക്ക് ഒക്കെ വരുന്നുണ്ടാ? എടാ അവന് ഉറക്ക് വരുന്നുണ്ട്. എന്താ ഒരു ഉഷാറില്ല. ഇതാ അവർക്ക് ഗിഫ്റ്റും കൊണ്ട് ഞാനും വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ വാങ്ങിക്കോ എമിക്കുട്ടാ. ടാപ്പി താങ്ക് യു. നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ ഗൈസ് അമ്മായി അമ്മേൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഈ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? തടി ലേശം കുറക്കണം. നല്ല ഡ്രസ്സ് നല്ല രസമില്ല കോമ്പിനേഷൻ. എമിക്കുട്ടാ ഇതെന്താ ഇന്നെ ഇതല്ലോ. എമിക്കുട്ടൻ ഇന്ന് രാവിലെ 7 മണിക്ക് എണീച്ചിരിക്കുക. അപ്പോൾ നല്ലൊരു ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഓരോന്നിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരൊക്കെ 100 ആള് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും എത്തിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബേജാറിലാട്ടോ ഉള്ള ആളുകൾ. ഇപ്പോൾ എത്തുമായിരിക്കും. ഒരു 10-50 ആൾ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? നമുക്ക് തിരിയൂല 100 ആൾ എന്നൊക്കെ പറയാമോ? ഉമ്മാൻ്റെ അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട് വടകരയെന്ന്. ഉമ്മാൻ്റെ അനിയത്തിയോ ഏട്ടത്തിയോ? എന്താ ആരോടെ ഇറക്കിക്ക്? ഓ അപ്പോൾ ഇതെല്ലാം ചെറുവണ്ണൂരിലെയാണ് കേട്ടോ. നമ്മൾ ഉമ്മാൻ്റെ കുടുംബത്തിലുള്ളതാണ്. ഉമ്മാൻ്റെ ഏട്ടത്തിയാറ് അനിയത്തിയൊക്കെയാണ്. ഓക്കെ ഇവിടെ 2 കളറിലുള്ള ജ്യൂസാണ് ഗൈസ്. ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? കണ്ടുപിടിക്കാനാകാത്ത പക്ഷെ പൊളിയുന്ന ഗ്ലാസ് വേണം അതിന്. ചെറിയ സാധനമില്ലേ യൂസൊക്കെ അന്ന് ടൂർ എത്തിക്കില്ല. ഷക്കീച്ചാനെ കൂട്ടാണ്ട് യൂസ് വളിയാ ഊട്ടിക്ക് പോയിക്ക്. നബീസ് ചാനങ്ങൾക്കെല്ലാം ഓർമ്മയില്ലേ? ഉമ്മാൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ. ഉമ്മാൻ്റെ അതേ മുഖ. ഇതാ ടയർ വത്തലിൻ്റെ പൊടിയും കൊലയെല്ലാം കൊണ്ടാട്ടോ വന്ന. നിങ്ങളവിടെ ഉണ്ടായതാ കൊല?
കുറച്ച് നിലത്ത് വീണയിലും കിട്ടുന്നാല് കവറില് ഇതാ നിലത്ത് വീണുണ്ടോ. നിങ്ങളവിടെ ഉണ്ടേ മാഷാ അല്ലാ. ടയർ പത്തലിന്റെ പൊടി അവിടെ അതൊന്ന് വീണക്ക് മുത്തുമാ. അതാ അങ്ങ് എത്തുമ്പോ കൊലയും കൊണ്ടാട്ടോ മൂത്തമ്മ വന്നേ. അല്ല നാടൻ കൊല. ഓ ഓ ഓ നാടൻ കൊലയാ ഫുഡ്. ആ കല്യാണത്തിനിട്ടക്ക് അതിന് ശേഷം വാ. അപ്പം മേക്കപ്പ് ചെയ്ത പിന്നെ പിന്നെ നമ്മളെ വീടിനടുത്തുള്ള വത്സര ചേച്ചീനെ കാണിക്കണ്ട. മാഷാ അല്ലാ. ആര് അപ്പൊ ഗൈസ് ഇത് മിന്നു തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അല്ലേ ഇത് മിന്നു. ആ ഞാനൊന്ന് മാറി പോയി ഉറങ്ങും കേട്ടോ. പാത്തുമ്മത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ജയ്സൽക്ക കുട്ടികളെല്ലാം മണ്ടലടിച്ച്. അതെ 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 ഇനി ഓരോടെ നടക്കൂ. ചോറ് പീസ് മണ്ണ് നോക്കിക്കോളെ. ചെമ്പ് ഇതാ അമ്മൂസ് വന്നിരിക്കുകയാണ്. അമ്മ കുട്ടി കലയച്ചിയും ടീമും വരുന്നുണ്ട്. അല്ല അഷിമ വന്നിക്കില്ല. എവിടെ എവിടാ ഇത് അഷിമയാ? ഇത് തിരിയുന്നില്ല കേട്ടാ, മനസ്സിലാകുന്നില്ല. അപ്പോടെ ആ ഓ ഓ നല്ല ബീഫ് ബിരിയാണി. അപ്പോൾ ജയ്സൽക്കാക്ക് അർജന്റായിട്ട് ഒരു മീറ്റിങ്ങും കൂടെ ഉണ്ട്. തിരുവനന്തപുരത്ത് അർജന്റായി എത്തേണ്ടതുണ്ട്. എറണാകുളത്താ? ആ അപ്പോൾ വേഗം പോവുകയാണെന്നാ പറയുന്നത്. കേക്ക് വെട്ടങ്ങൾ നിൽക്കുന്നില്ല, കേക്ക് മുറി ഓക്കെ. ഇത്രയും വിഷയങ്ങൾ വന്നിട്ടും ഞങ്ങളുടെ ഒരു പരിപാടിക്ക് കൂടെ എത്തിയ താങ്കളോടുള്ള മഹനീയമായ നന്ദി അറിയിച്ചു. അത് എവിടെയും വിലയുണ്ട് തീർച്ചയായും. ഇവിടെ വരുന്ന ജിലൂച്ചാന്ന് എടാ എല്ലാം സെലക്ട് ചെയ്തെടുത്തതാ. അപ്പൊ നമ്മളെ ചേച്ചിമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഗൈസ് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ആളുകളൊക്കെ കുറേ ആളിങ്ങനെ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകിട്ടാണ്ട് ഇതാ കുറേ ആളിങ്ങനെ വിളിക്കുന്നുണ്ട്. ഗൈസ് ജലീൽ ചോറ് തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ജലീലിക്കാന്ന് വിളിക്കണം. പക്ഷേ അല്ലേ മുത്തുമ്മ ഇതെന്താ നിങ്ങൾ വെറും ചോറാ? നല്ല രസമായിട്ട് ബിരിയാണി കഴിക്കണ്ടേ? അപ്പോൾ സാറയിച്ച വന്നിട്ടുണ്ട്. സാറയിച്ച അല്ല സോറി സഹറ വന്നിട്ടുണ്ട്. സാറാന്ന് വിളിച്ചോടാ. രംസുക്ക കഴിക്കാ. ഇതാ മോളെവിടെ?
ആ ആ ആ ഓക്കെ. ശിവന്റെ വീട്ടുകാർ വന്നിച്ചു. ശിവോട് പോയി അപ്പോൾ ഗൈസ് ഫുഡെല്ലാം ഏകദേശം ആൾക്കാർ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ വിളിച്ചോലൊക്കെ വന്ന് കിട്ടാം. കുറേ ആൾക്കാർ ഇനിയും വിളിക്കാനൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്താ പറയുക, അവിടെ സ്ഥലപരിമിതിയും പെട്ട ആരോടെങ്കിലും വിട്ടുപോയിക്കുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കാതെ കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഏതൊക്കെയൊക്കെ വിട്ടുപോയിക്കുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് വരും, എന്ത് നമ്മളോട് പറഞ്ഞില്ല, വലിയ ആളല്ല പോയി എന്നൊക്കെ. ഒന്നും വിചാരിക്കരുത് കേട്ടോ, സിറ്റുവേഷനാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് റാനിഷ് മുഖമ്പത്തി ഇരിക്കുകയാണ്. എന്നാ ഞാൻ നിന്നോട് കുറച്ച് ചോറേ ഉള്ളൂ. എന്താ സ്റ്റീലിൻ്റെ വിളിച്ചു വേണോ? കുറച്ച് ചോറേ ഉള്ളൂ, ഞാൻ തിന്നോ പോവാന്നിട്ട്. അവേ ഇതാ ഇമിക്കുറ്റ ഇന്റെ കണ്ണ അതൊന്നും ഓമ്പക്കൂല, അതെല്ലാം ചാടി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക്. ഇപ്പൊ ഗൈസ് ഇങ്ങനെ കാണുമ്പോൾ കുറേ ആളുള്ള പോലെ ഒരു ഫീലുണ്ട്. സെറ്റാണ് കേട്ടോ. വെഡിങ് ആയാലും ശരി, ബർത്ത്ഡേ ആയാലും ശരി, ഇല്ലേ, തുടങ്ങിയ എല്ലാ പരിപാടിക്കും കേക്ക് തരും. അതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കുമല്ലോ നമ്മള് ന്യൂ ജനറേഷൻ ഇങ്ങനെ. ബർത്ത്ഡേ എവിടാ പരിപാടി? മുന്നോട്ട് നമ്മുടെ വാവേൻ്റെ ബർത്ത്ഡേക്ക് വന്ന് സർപ്രൈസ് എൻട്രി ആണ് കേട്ടോ ഇത്. നല്ല ഹാമ്പറും കൊണ്ട് വന്നതാണ് ഇവർ, കൊണ്ടോട്ടിയിൽ നിന്നങ്ങ് വന്നതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി. എന്തായാലും ഇവർ നല്ല രീതിയിലുള്ള ഇതേപോലെ ഹാമ്പർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അവരുടെ പേജുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്ത് ഇൻസ്റ്റയിൽ നമ്മൾ വീഡിയോ കാണുന്നവരില്ല, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഹാമ്പറാണ്. ഡ്രസ്സും കാര്യങ്ങളും ചോക്ലേറ്റും വാവൊക്കെ ഉള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാക്കി. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നി. മാഷാ അല്ലാഹ്. ഒന്നുമില്ലാത്ത അങ്ങോട്ട് അതൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോവാ. അല്ലല്ല അല്ല ഫുഡ് കഴിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ, വിളിച്ചോ കട്ട് ചെയ്യാം. റെഡിയാവും. ആരില്ലാതെ ഈ കേക്കിന്റെ ഇതുപോലെ എടുത്തില്ലേ? എന്താ
ഇത് കിട്ടിക്കാ ഹാപ്പി ആനിവേഴ്സറി ടു യു എന്നുള്ള ഇല്ലാലോ. മുട്ടിപ്പാട്ടെല്ലാം പറഞ്ഞു പിന്നെ മാലിന്ന് പുറത്താക്കോ ചോദിച്ചിട്ടാ തെറ്റാ എല്ലാം കൈമുട്ടേ എന്തുള്ള പ്രശ്നമാണ് എടുത്ത് കൊണ്ടുപോണ്ട തിരക്കിലാണ്. എല്ലാ കേക്ക് ഇതും കട്ടിയാണ്, ഇതും കട്ടി. ഒരു കഷ്ണം കേക്ക് കൊടുക്കുന്നു ഉമ്മാമ പറയുന്നുണ്ട്. ഓ ആ കഴിക്കേ ഇത് വലിക്കല്ല കിട്ടിയില്ല, അവിടെ ഒന്നും കിട്ടിയില്ല. കേക്കിന്റെ ഒരു ടേസ്റ്റ് കൊണ്ട് അവസാനം ഇതുവരെ വടിച്ചു പോവുകയാണ്. ശരിക്ക് വീഡിയോയിൽ നിറയണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ശരിയിലിങ്ങോ നമുക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഹാമ്പർ, നല്ല ഹാമ്പർ കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഇത് നമ്മൾ തീരെ പ്രതീക്ഷയില്ലായിരുന്നു. മുത്തുമാനാണ് ബ്ലോഗിലേക്ക് എടുക്കുന്നത്. വാ ഓക്കെ, താങ്ക് യു. കട്ട് ചെയ്യാതെ ഓ
ഇവര് ഫുള്ള് സെറ്റാട്ടോ. ഞാൻ ചെറുവണ്ടവരൊക്കെ പോവാ. ഇത് പാത്തൂന്റെ അനിയത്തിയാണ് കേട്ടോ. പാത്തു ഇപ്പൊ വലിയ മോളാ. ഇവിടെ വീട്ടിലൊന്നും വരുന്നില്ലെന്നാ പറയുന്നത്. പാത്തു അവിടെ ഉണ്ട്. ഹലോ ഗൈസ്, ബാക്കി ഞാൻ കൂട്ടല്ലേ വേണ്ടൊരു കളിക്കല പോട് ഇങ്ങനെ കിട്ടണേ. താങ്ക് യു. അപ്പൊ ഗൈസ്, ഇത് രണ്ടാളും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിരുന്നത് അതുപോലെ ഏട്ടന്റെ കുട്ടികളാണ് കേട്ടോ. വടകരുള്ള ഹംസക്കാക്ക് പുതിയ സ്കൂട്ടർ കിട്ടി. കോട്ടയാണോ? പോട്ടൻ. ഹലോ ഗൈസ്, ഇത് പറഞ്ഞിട്ട് തുടങ്ങിക്കോളി. കുടുംബം പറഞ്ഞിട്ട് കുടുംബം പറഞ്ഞോളി. വ്ളോഗ് വ്ളോഗ് വോയിസ് ഓവറാണ്. വർത്താൻ പറഞ്ഞോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടോ ക്യാൻറ്റീൻ ആയിക്കോട്ടെ. വടകര ടീമല്ലോ. അപ്പോൾ ഞങ്ങള് കുറച്ച് ഫോട്ടോ എടുക്കാൻ വന്നതേനു. ഇതാരാ വരുന്ന? ഹലോ, എടുത്തോട്ടെ എടുത്തോട്ടെ എടുത്തോട്ടെ. അപ്പൊ ഗൈസ്, ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നേനു. അപ്പൊ മുട്ടാഞ്ചേരിയുള്ളൊരു വീട്ടിലാണ്. സത്യം പറഞ്ഞാൽ എനക്കെന്തോ കുറവാകുന്നുണ്ട് കേട്ടോ. വേറൊരു പുരയിൽ വന്നിട്ട് അങ്ങനെയല്ല, പുരക്കാരെ പോലെ ഒരു പുറത്തൊന്നും വരികയല്ല. അങ്ങനെ എടുത്തോണ്ട് 3-4 ടീമുണ്ട് ഇവിടെ. ആടുന്ന ഒരു ടീം റീലെടുക്കുന്നുണ്ട്. കുറച്ച് മുമ്പോട്ടോ കേൾക്കോ പറയുന്ന രഹസ്യമാണ്. ആടുന്ന കുറച്ച് ടീം റീലെടുക്കുന്നുണ്ട്, ഇവിടുന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ പല ബൈക്കിന്നും വീഡിയോസ് ഇതെല്ലാം. ഈറ്റ ഒരു പോരാ. നല്ല അടിപൊളി വീടാട്ടോ ഇതെന്തായാലും. മാഷാ അല്ലാ അല്ലേ. ഇതിൻ്റെ മുതലാളിമാർ വീട്ടിലായി വീട്ടിൽ താമസിക്കുന്നത്. കാരണം ഇത്രയും ആൾക്കാർ വന്ന് ഇതൊക്കെ എടുക്കുമ്പോൾ റെസ്ട്രിക്ഷൻ ഒന്നും ഏർപ്പാടാക്കുന്നില്ലല്ലോ. എന്ന് വിചാരിച്ചില്ലേ, ഭയങ്കര ഒരു വലിയ കാര്യമാണ് അല്ലേ. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയുമല്ലേ കുട്ടാപ്പി, ഇത് ഞങ്ങൾക്ക് കിട്ടിയ ആംബറാണ്. ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയതാണ് കേട്ടോ. എനിക്കുള്ള ഡ്രസ്സും മിന്നുവിനുള്ള ഡ്രസ്സും ചോക്ലേറ്റും പിന്നെ വാവക്ക് വേറെ ഒന്ന് സെപ്പറേറ്റും ഉണ്ട്. അതപ്പുറത്തുണ്ട്. വാവക്ക് കിട്ടിയത് കേട്ടോ. കൊണ്ടോട്ടിയിൽ നിന്ന് വന്നതാണ് കേട്ടോ. അവർക്ക് ജിദ്ദയിലൊക്കെ ഉണ്ട് പരിപാടി. ഇതിപ്പോൾ 1 month ആയിട്ട് തുടങ്ങിയതാണ്. സെറ്റാണ്. അവർ വീട്ടിൽ കൊണ്ടുത്തരും. നല്ല സർപ്രൈസ് ആയിട്ട് വേണം അങ്ങനെയൊക്കെ കൊണ്ടുത്തരും. ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. നിങ്ങൾ വിളിച്ച് നോക്കിട്ടാ ഗൈസ്. വാ പോവാ. ഇവരിവിടെ വന്ന് ഊഞ്ഞാലിൽ ആടുകയാണ്. ആടുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത ആൾ കേട്ടോ. ക്യാമറയിൽ വരാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. വേറെ ആരുമല്ല, നമ്മളെ വീട്ടിൽ നിന്നാണ് കേട്ടോ. നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്ത ഇതാണ് വീട്. വീട്ടുകാർ സെറ്റാണ്. എന്ത് പറഞ്ഞാൽ എത്ര ആൾക്കാരിവിടെ വന്ന് ഇതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നല്ലേ. വലിയ വീടാണ്. ഫുൾ സെറ്റപ്പ് വീടാ അല്ലേ. ഇന്നോ എന്നാ പോവല്ലേ. അപ്പം നമ്മൾ 2-3 വീഡിയോ ഒക്കെ എടുത്ത് കിട്ടോ. ഇനി ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞു. അങ്ങനെ വാവേൻ്റെ ബർത്ത്ഡേയും ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു. ആരെങ്കിലും എല്ലാം വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറയുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞ് വിചാരിച്ച പോലെ എല്ലാവരും വന്നിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തികഞ്ഞിക്ക് എല്ലാം സെറ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ പോവാട്ടെ. അപ്പം അങ്ങനെ ഈ വീഡിയോ നിർത്താൻ കേട്ടോ. നമ്മൾ കുറേ ആൾ പല സാധനങ്ങളും ഒരുപാട് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതും കണ്ടങ്ങ് പോയി വിടണ്ട. ഇനിയുള്ള വീഡിയോയിൽ ഒന്നും വയ്യാണ്ട് കാണണ്ട കേട്ടോ. ഓക്കെ ഓക്കെ ബൈ. മിന്നോ ഒരു ബായ് പറ. മിന്നു മേക്കപ്പൊക്കെ ചെയ്തേരം ഗമയായി പോയിക്കോ. ഞാനും കുറച്ച് ലിപ്സ്റ്റിക് എല്ലാം ഇട്ടാലോ നീ ആയിരിക്കും ഇവളോട് പിടിച്ച് വെക്കണമെങ്കിൽ കേട്ടോ. എനിക്കിട്ട ഒരു ബായ് പറ. ബൈ 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 പറ. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ.